സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുമ്പുറം ആണ്ട് നേർച്ചയുടെ ഭാഗമായി മുമ്പുറം തങ്ങളുടെ ലോകം എന്ന വിഷയത്തെ അധികരിച്ച് നടക്കുന്ന ഈ ചരിത്ര സെമിനാറിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഇവിടെ ആദ്യമായി നിങ്ങളെ അറിയിക്കട്ടെ. ഈ സെമിനാറിൽ 2 മുഖ്യ പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ 2 യുവ ഗവേഷകരും പണ്ഡിതരും ആണ് ആ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ സെമിനാറിലെ ചരിത്രപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ആ 2 പ്രബന്ധാവതരണത്തിന് മുന്നോടിയായി ചില മുഖ്യ വിഷയങ്ങളെ ചെറുതായി ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ഞാൻ എൻ്റെ ഈ മുഖ്യ പ്രഭാഷണത്തിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. മമ്പുറം തങ്ങളുടെ ലോകം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കഴിഞ്ഞ 1.5 നൂറ്റാണ്ട്, ഏകദേശം 2 നൂറ്റാണ്ട് മുന്നേ കേരളത്തിലെ വിശിഷ്യ മലബാറിലെ ഒരു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യത്തെ മുൻനിർത്തി വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിൻ്റെയും സമകാലികമായിട്ടുള്ള സാഹചര്യം, രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള സാഹചര്യം മമ്പുറം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മമ്പുറം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുടെ തുടർച്ചയും ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റിലും വേറെ രീതിയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിലെ ഒരു ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്നെനിക്ക് തോന്നിയത്, മമ്പുറം തങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അഭിസംബോധന ചെയ്ത, അദ്ദേഹം മനസ്സിലാക്കുകയും മാറ്റി തീർക്കുകയും പ്രതികരിക്കുകയും ചെയ്ത കുറേ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക ക്രമങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് അധ്യക്ഷ പ്രസംഗത്തിലും ആരാധനായിട്ടുള്ള ഉദ്ഘാടകൻ നടത്തിയ പ്രഭാഷണത്തിലും അതിനെ സംബന്ധിച്ചുള്ള പല സൂചനകളും നൽകുകയുണ്ടായി. ഞാനിവിടെ ഒരു ചർച്ചയ്ക്കെന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇനി ഇവിടെ അവതരിപ്പിക്കുന്ന മറ്റ് പ്രബന്ധങ്ങളുടെ ഒരു ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങളിൽ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. പൊതുവെ ഈ കേരളത്തിൻ്റെ വിശിഷ്യ മലബാറിൻ്റെ സാമൂഹിക പരിവർത്തനത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു സാംസ്കാരിക വൈജ്ഞാനികവുമായിട്ടുള്ള ആത്മീയവും ധാർമ്മികവുമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ തങ്ങൾ പാരമ്പര്യങ്ങൾ. വ്യത്യസ്ത രീതിയിലുള്ള തങ്ങൾമാർ അവരുടെ സാമൂഹിക ഇടപെടലുകൾ, അവരുടെ വിശ്വാസപരമായ പ്രവർത്തനങ്ങൾ, അവരുടെ ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹത്തിൽ ഉണ്ടായി വന്ന മാറ്റം, അത് ആശയപരമായി അക്കാലത്തെ സമൂഹത്തിൽ ആ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിനും മാറ്റത്തിനും പ്രധാനപ്പെട്ട രീതിയിലുള്ള ആശയമായി അന്ന് അത് സമൂഹത്തിൽ പ്രവർത്തിക്കുകയുണ്ടായി. പിന്നീട് അതിന് പലവിധ രീതിയിലുള്ള തുടർച്ചകളുണ്ടായി. അത് കൊളോണിയൽ വിരുദ്ധമായിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹത്തിലെ സാമൂഹിക സഹവർത്തിത്വത്തിനും സാമൂഹ്യ സാഹോദര്യത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ള സാമൂഹിക ചിന്തകളായി, സാഹോദര്യ ബോധ്യങ്ങളായി നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുകയും ചെയ്യുക ഉണ്ടായി എന്നുള്ളതാണ്. മമ്പുറം തങ്ങൾമാരെ സംബന്ധിച്ചിടത്തോളം അവർ പശ്ചിമേഷ്യ പ്രദേശം, യമൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തു നിന്ന് ഇന്ത്യയുടെ മെയിൻലാൻഡിലേക്ക്, ഇന്ത്യ ഭൂഖണ്ഡ പ്രദേശങ്ങളിലേക്ക് വന്ന ഒരു ധാർമ്മികവും വൈജ്ഞാനികവുമായിട്ടുള്ള വലിയൊരു വിശ്വാസപരവും മതപരവുമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിൽപ്പെട്ട പണ്ഡിതന്മാരായ, അന്ന് നമ്മൾ ഈ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന വലിയൊരു സമുദ്രമാണ്. മറ്റ്
പ്രദേശങ്ങളുമായും മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സഞ്ചാരം എന്നത് സമുദ്ര മേഖലയായതുകൊണ്ട് ഇന്ത്യ മഹാസമുദ്ര പ്രദേശങ്ങളിലേക്ക്, പിന്നെ ഈ ഇസ്ലാമിക അറേബ്യ ഉൾപ്പെടെ പശ്ചിമേഷ്യ ഉൾപ്പെടെ ഉള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇസ്ലാമിക സാംസ്കാരിക ഭൂപ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യ മേഖലയിലേക്ക്, ഇന്ത്യ മഹാസമുദ്ര മേഖലയിലേക്ക് വലിയ രീതിയിലുള്ള ധാർമ്മികവും മതപരവും വിശ്വാസപരവും ആയിട്ടുള്ള പരിവർത്തനങ്ങളും മാറ്റങ്ങളും സന്ദേശങ്ങളൊക്കെ ഉണ്ടായി വന്നത് ചരിത്രപരമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ അറബികൾ, പശ്ചിമേഷ്യക്കാരായിട്ടുള്ള അറബികളും അറേബ്യയിൽ നിന്നുള്ള കച്ചവടക്കാരും ഉൾപ്പെടെ ഇന്ത്യ മഹാസമുദ്ര മേഖലയും അറബിക്കടലും ഉൾപ്പെടുന്ന ഇന്ത്യ മഹാസമുദ്ര പ്രദേശങ്ങളിലേക്ക് പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയ ഒരു കാലഘട്ടമാണ് ഈ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ധാർമ്മിക പ്രബോധനങ്ങളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഈ പല തങ്ങന്മാരും ഇവിടെ വരുന്നത്. ആദ്യം സാധാരണ നമ്മൾ പറയുന്ന ഈ ഹാദ്രമി അറബിത്തങ്ങൾ എന്ന് പറയുന്ന തങ്ങന്മാരും ആയിട്ടും, പിന്നീട് സയ്യിദ് പാരമ്പര്യത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ വംശപരമ്പരയിൽപ്പെട്ട തങ്ങന്മാരായിട്ടും കേരളത്തിലെത്തുകയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ തന്നെ നമുക്കറിയാം, കേരളത്തിൻ്റെ കടൽ തീര പ്രദേശങ്ങളിൽ ചേരമാൻ മസ്ജിദ് മുതൽ ഇങ്ങ് വടക്ക് കാസർഗോഡ് വരെ അറബികളുടെയും ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെയും വലിയ രീതിയിലുള്ള ഒരു സാംസ്കാരികവും മതപരവുമായിട്ടുള്ള ഒരു പാരമ്പര്യവും അതിൻ്റെ പല രീതിയിലുള്ള സ്വാധീനവും കേരള പ്രദേശത്തുണ്ടായിട്ടുണ്ട്. ഒരു മധ്യകാലത്തിൻ്റെ അവസാന കാലഘട്ടത്തിലും അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലും ആയിട്ടാണ് മലബാറിലെ തങ്ങൾ പാരമ്പര്യങ്ങൾ വളരെ സജീവമാകുന്നത്. അത് പശ്ചിമേഷ്യയിൽ നിന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ റഷ്യയുടെ ഭാഗങ്ങളായിരുന്ന ബാൽക്കൻ രാജ്യങ്ങൾ എന്ന് പറയും, റഷ്യയുടെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളിൽ നിന്നും പല രീതിയിലുള്ള ഇസ്ലാമിക പ്രബോധന സംഘങ്ങൾ കേരളത്തിലേക്ക് വരികയും അവരുടെ ആത്മീയ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പല മഖാമുകളും ദർഗകളും ആരാധനാ സ്ഥലങ്ങളും വിശ്വാസ സ്ഥാനങ്ങളും പിന്നീട് അവയൊക്കെ ആത്മീയ സ്ഥാനങ്ങളായും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തന മണ്ഡലങ്ങളുമായി വികസിച്ചു വന്നു. അത് കേരളത്തിലെ തദ്ദേശീയ സമൂഹങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള സ്വാധീനമാണ് ചെലുത്തിയത് എന്നതിനെ സംബന്ധിച്ച് വളരെ രീതിയിലുള്ള പഠനങ്ങൾ പല രീതിയിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും കേരളത്തിലും നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മമ്പുറം തങ്ങന്മാരെ മുൻനിർത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. തങ്ങൾ പാരമ്പര്യങ്ങളെക്കുറിച്ചും മമ്പുറം തങ്ങന്മാരുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ആലോചിക്കുമ്പോൾ അക്കാലത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക പ്രവണതകൾ അല്ലെങ്കിൽ വ്യവസ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ തങ്ങന്മാരുടെ ധാർമ്മിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു പ്രാധാന്യം നമുക്ക് പിടികിട്ടുകയുള്ളൂ. അന്ന് നമുക്കറിയാവുന്ന പോലെ ജന്മിത്വവും ഭൂബന്ധങ്ങളിൽ ഭൂമിയുടെ ഉടമസ്ഥത കാര്യത്തിൽ, ഭൂമിയുടെ മേലുള്ള സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ജന്മിമാർക്ക് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു സമ്പദ്ക്രമമായിരുന്നു കേരളത്തിൽ നിലനിന്നത്. പൊതുവെ അതിന് ജന്മിത്വം എന്നാണ് വിളി. കൂടുതൽ ജന്മിമാരും ബ്രാഹ്മണരും വരേണ്യരായിട്ടുള്ള ജാതി വിഭാഗങ്ങളിൽപ്പെട്ട സവർണ ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. പരമ്പരാഗതമായിട്ട് മലബാറിലാണെങ്കിൽ കുറച്ച് മുസ്ലിം കുടുംബങ്ങളും പരമ്പരാഗതമായി ജന്മിമാരായിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ജന്മിത്വം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ക്രമവും ഒരു സമ്പദ് രൂപവുമായി വളരെ ശക്തമായിരുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ 18-19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലെ രാഷ്ട്രീയ അധികാര വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പൊതുവെ ഓരോരോ പ്രദേശങ്ങളിലും നാടുവാഴി കോവിലകങ്ങളും ആ കോവിലകങ്ങളെ താങ്ങി നിർത്തുകയോ അതിനെ പിന്തുണയ്ക്കുന്നതുമായിട്ടുള്ള തറവാടുകളും അതിൻ്റെ രാഷ്ട്രീയ അധികാരക്രമങ്ങളും നിലനിന്നൊരു നാടുവാഴി രാഷ്ട്രീയ
അതീശത്തെ വ്യവസ്ഥയാണ് ഇവിടെ നിന്നിരുന്നത്. അപ്പം ജന്മിത്വവും നാടുവാഴിത്വവും സമൂഹ ബന്ധങ്ങൾ, സമൂഹത്തിലെ മനുഷ്യരെ കാണുന്ന രീതി, മനുഷ്യരുടെ സ്ഥാനമാന പദവികൾ സമൂഹത്തിൽ കൂടുതലും ജാതിബദ്ധമായിരുന്നു. ജാതിയുടെ വിഭജനവും ജാതീയപരമായ വേർതിരിവുകളും അതിൻ്റെ രീതിയിലുള്ള സാമൂഹിക പുറന്തള്ളലുകളും അടിച്ചമർത്തലുകളും അതിശക്തവും രൂക്ഷവുമായിരുന്ന ഒരു സാമൂഹിക ക്രമമാണ് ഈ ജന്മിത്വത്തോടും അതോടൊപ്പം തന്നെ നാടുവാഴിത്വത്തോടൊപ്പം തന്നെ നിലനിന്നിരുന്നത്. അപ്പോൾ ജന്മിത്വവും നാടുവാഴിത്വവും ജാതി വ്യവസ്ഥയും മൂലം സമൂഹത്തിൽ മേൽക്കോയ്മ സ്ഥാപിച്ച സാമൂഹിക അധികാരി വർഗങ്ങൾ സമൂഹത്തിലെ അധീശവർഗങ്ങളായി മാറുകയും പണിയെടുക്കുകയും കൈവേലകളിൽ ഏർപ്പെടുകയും കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത മനുഷ്യരൊക്കെ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റു രീതിയിൽ കീഴ്പ്പെട്ട് അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത്. അക്കാലത്ത് മലബാറിലും അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ജന്മിത്വവും നാടുവാഴിത്വവും ജാതി വ്യവസ്ഥയും കൂടിക്കലർന്നു നിന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അധികാരക്രമവും സാമൂഹികമായ വേർതിരിവുകളും നിലനിന്ന ഒരു സമൂഹത്തിൽ നീതിയും തുല്യതയും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന സങ്കല്പങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. കേരളത്തിലാണെങ്കിൽ പരമ്പരാഗതമായി കേരളത്തിൽ നീതിയെക്കുറിച്ചുള്ള സങ്കല്പം, തുല്യതയെക്കുറിച്ചുള്ള സങ്കല്പം, സാമൂഹികമായിട്ടുള്ള തുല്യതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊന്നും നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും നീതിയും എല്ലാവരെയും സാഹോദര്യത്തോടു കൂടിയും സഹവർത്തിത്വത്തോടു കൂടിയും എല്ലാവരെയും മനുഷ്യരായി കാണുന്ന ഒരു സാമൂഹിക കാഴ്ചപ്പാട് ഈ ജാതി ജന്മിത്ത നാടുവാഴിത്ത അവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ, അങ്ങനെ ഒരു സമൂഹത്തിലേക്കാണ് യഥാർത്ഥത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള മമ്പുറം തങ്ങന്മാരുൾപ്പെടെയുള്ള തങ്ങന്മാരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ ഉണ്ടായി വന്നു. തങ്ങന്മാരുടെ സാമൂഹിക അല്ലെങ്കിൽ ലോകവീക്ഷണം എന്ന് പറയുന്നത്, മമ്പുറം തങ്ങന്മാരുടെ ലോകവീക്ഷണം എന്ന് പറയുന്ന അന്നത്തെ ഇസ്ലാമിക ലോകത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയവും വൈജ്ഞാനികവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ചിന്താധാരകൾ, അത് ഇസ്ലാമികമായ പാരമ്പര്യത്തിൻ്റെ ഒരു ചിന്താധാരയിലാണ് അവർ വളർന്നു വന്നതും അവരുടെ പ്രബോധന പാരമ്പര്യം അവർ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും ഇന്ത്യ പോലെയുള്ള വലിയ വ്യത്യസ്തമായ വലിയ വിപുലമായ ഒരു ഭൂപ്രദേശത്ത് എത്തുകയും ഇവിടെ ഇസ്ലാമിക പ്രബോധന പാരമ്പര്യങ്ങളെ അതിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ നിലനിന്നിരുന്ന സാമൂഹ്യ ക്രമത്തിന്, ആ സാമൂഹ്യ ക്രമത്തിനോടാണ് യഥാർത്ഥത്തിൽ ആ സാമൂഹ്യ ക്രമത്തിൻ്റെ അധികാരവാഴ്ചയോടും ആ സാമൂഹ്യ ക്രമത്തിലെ ഭേദരൂപങ്ങളോടും ആ സാമൂഹ്യ ക്രമത്തിൻ്റെ അടിച്ചമർത്തൽ രൂപങ്ങളോടും അതുമായി ഇടപെട്ടുകൊണ്ടാണ് ഈ ഇസ്ലാമിക പ്രബോധന പാരമ്പര്യങ്ങൾ യഥാർത്ഥത്തിൽ തങ്ങന്മാർ ഇവിടെ പ്രചരിപ്പിക്കാനും അതിൽ ഇടപെടാനും ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് മമ്പുറം തങ്ങന്മാരുടെ ലോകം എന്ന് പറയുന്നത് അസമത്വാധിഷ്ഠിതമായിട്ടുള്ള അനീതി നിറഞ്ഞ സാമൂഹ്യ തുല്യതയില്ലാത്ത ഒരു ലോകക്രമത്തെ ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ മൗലികമായിട്ടുള്ള ഒരു മാനവിക ബോധം മനുഷ്യൻ്റെ തുല്യതയും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങൾ ഈ തദ്ദേശീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വത്തെ പരിഹരിക്കുവാനോ അസമത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ തങ്ങൾ പാരമ്പര്യം കേരളത്തിൽ മലബാറിൽ ഒരു സവിശേഷമായ സാമൂഹിക ബോധമായി, ഒരു സാമൂഹിക ബോധന പ്രക്രിയയായി മാറിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ സാമൂഹിക നീതിയും സാമൂഹ്യ തുല്യതയും അതായത് തദ്ദേശീയ സമൂഹങ്ങളിൽ നിലനിൽക്കാതിരുന്ന ഒരു അസമത്വാധിഷ്ഠിതമായ ജന്മിജാതി നാടുവാഴിത്ത സമൂഹത്തിൻ്റെ ഉള്ളിൽ മനുഷ്യരുടെ ഇടയിൽ നീതി എങ്ങനെ പ്രചരിപ്പിക്കാം, നീതി എങ്ങനെ ഒരു സാമൂഹ്യ സാഹോദര്യമായി വളർത്തിയെടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള നീതിബോധ്യങ്ങളെയും മാനവിക ചിന്തയെയും ഒരു സാമൂഹിക സാഹോദര്യ ജീവിതത്തിനു വേണ്ടി മനുഷ്യരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ മൈത്രി, കരുണ, അനുകമ്പ, മൈത്രിയുടെയും സാമൂഹിക സാഹോദര്യത്തിൻ്റെ സാമൂഹ്യ മൈത്രി, മതവിഭാഗങ്ങളും ജാതി വിഭാഗങ്ങളും തമ്മിലുള്ള സാമൂഹിക മൈത്രിയായിട്ട് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക. രണ്ട്, സാമൂഹികമായ സാഹോദര്യം, വ്യത്യസ്ത സമുദായങ്ങളും ജാതികളും മതങ്ങളും നിലനിന്നൊരു സമൂഹത്തിൻ്റെ ഉള്ളിൽ സമൂഹത്തിൽ സാഹോദര്യം എന്ന് പറയുന്നത്, സാഹോദര്യ ചിന്ത എന്ന് പറയുന്നത്
ഒരാശയമായി സാമൂഹിക ജീവിതത്തിൽ നിലനിർത്തുന്നതിനും വളർത്തിക്കൊണ്ടുവരുന്നതിനും എങ്ങനെ ഇസ്ലാമിക ചിന്ത ഒരു സാമൂഹിക ബോധന പ്രക്രിയയായി, സാമൂഹിക ബോധനാശയമായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഈ തങ്ങൾ പാരമ്പര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇന്ന് പൊതുവെ പറയുന്ന ഈ സാമൂഹിക നീതി എന്ന് പറയുന്ന സങ്കല്പം. സമൂഹത്തിൽ നീതി, എല്ലാവർക്കും നീതി കിട്ടുന്ന, എല്ലാവർക്കും നീതിയുക്തമായി അന്തസ്സോടുകൂടി ജീവിക്കുവാനുള്ള ഒരു അവസരം സമൂഹത്തിൽ ഉണ്ടാവുക എന്ന്, എല്ലാ മനുഷ്യനെയും മനുഷ്യനായി മനുഷ്യന്റെ അന്തസ്സിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസരം, ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കി കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ധാർമ്മികമായ പ്രബോധനങ്ങൾ ആവശ്യമാണ്. നിയമപരമായ സാമൂഹ്യ തുല്യതയുടെയും സാമൂഹ്യ നീതിയുടെയും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് നിയമപരമായി ഉറപ്പാക്കേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് സമൂഹത്തിൽ നീതിയും തുല്യതയും നിയമപരമായി ഉറപ്പാക്കുകയും നിയമവാഴ്ചയിലൂടെ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്നതെങ്കിൽ സമൂഹത്തിൽ നീതിയുടെയും കരുണയുടെയും മാനവികതയുടെയും അന്തസ്സിന്റെയും മൂല്യങ്ങളെ പ്രചരിപ്പിക്കേണ്ടത് എപ്പോഴും ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്, ഒരു ധാർമ്മിക ജീവിതത്തിന്റെ ഭാഗമാണ്. സാമൂഹിക ജീവിതത്തിൽ മനുഷ്യർ തമ്മിൽ പങ്കിടേണ്ടതും മനുഷ്യർ തമ്മിൽ പാലിക്കേണ്ടതുമായിട്ടുള്ള മൂല്യങ്ങളാണ് തുല്യതയെക്കുറിച്ചും നീതിയെക്കുറിച്ചുള്ള മനുഷ്യന്റെ പാരസ്പര്യ ജീവിതത്തിൽ അതുണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതെപ്പോഴും ധാർമ്മികവും മതപരവും വിശ്വാസപരവുമായ തലങ്ങളിലൂടെയാണ് സമൂഹത്തിൻ്റെ ഉള്ളിൽ പ്രചരിക്കുക. സ്വാഭാവികമായി അത് തങ്ങളുടെ മനുഷ്യനെ തുല്യനായി കാണേണ്ടതും മനുഷ്യന്റെ അന്തസ്സിനെ മാനിക്കേണ്ടതും മനുഷ്യനെ നീതിയോടുകൂടി മനുഷ്യന്റെ അവകാശങ്ങളെ അംഗീകരിക്കേണ്ടതും എൻ്റെ മതപരമായ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്നൊരാൾ ബോധ്യം വരുമ്പോഴാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നീതി എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിൽക്കേണ്ട ഒരാവശ്യമായി യഥാർത്ഥത്തിൽ വിശ്വാസികൾ നിലനിർത്തേണ്ടതും വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതും അവരുടെ വിശ്വാസ ധാർമ്മിക ജീവിതത്തിൻ്റെ ഭാഗമായി സമൂഹത്തിലെ നീതിസങ്കല്പങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടത്. അങ്ങനെയുള്ള നീതിസങ്കല്പങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ ആവശ്യമായ ഒരു മതപരമായ പ്രബോധന സംസ്കാരം നിർമ്മിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തങ്ങൾമാർ, മമ്പുറം തങ്ങന്മാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മലബാറിലെ തങ്ങൾ പാരമ്പര്യങ്ങൾ കേരളീയ സമൂഹത്തിൽ സാംസ്കാരികമായി ധാർമ്മികമായി മതപരമായി വിശ്വാസപരമായി സൃഷ്ടിച്ചതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ സമകാലികമായ ഒരു ആവശ്യകത. മമ്പുറം തങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ അസമത്വങ്ങളും അടിച്ചമർത്തകളും രാഷ്ട്രീയ കോയ്മകളും നിലനിന്നിരുന്ന ജന്മിത്വത്തിൻ്റെയും നാടുവാഴിത്തത്തിൻ്റെയും അതോടൊപ്പം തന്നെ വിദേശ പരമാധികാരം ഇവിടെ അടിച്ചേൽപ്പിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് പരമാധികാരം, പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ രാഷ്ട്രീയ പരമാധികാരവും അവർ ഏർപ്പെടുത്തിയ നിയമ സംവിധാനങ്ങളും അവർ ഏർപ്പെടുത്തിയ ഭൂനികുതി വ്യവസ്ഥയും ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ പാശ്ചാത്യ നിയമങ്ങളും അതെല്ലാം തന്നെ അടിസ്ഥാനപരമായി ഇവിടുത്തെ ജന്മിത്വത്തെയും ജാതി വ്യവസ്ഥയും ഇവിടുത്തെ പരമ്പരാഗതമായ അധികാര വ്യവസ്ഥയും സംരക്ഷിക്കുന്നതായിരുന്നു. ബ്രിട്ടീഷ് നിയമവ്യവസ്ഥ അടിസ്ഥാനപരമായി ജന്മിത്വത്തെ ഇല്ലാതാക്കുന്നതോ സാമൂഹ്യ അനീതികളെ ഇല്ലാതാക്കുന്നതോ ജാതി വ്യവസ്ഥയെ ഇല്ലാതാക്കുന്ന നിയമങ്ങളായിരുന്നില്ല. ബ്രിട്ടീഷുകാർ സ്വാഭാവികമായി കൊണ്ടുവന്ന പാശ്ചാത്യ നിയമങ്ങൾ ചിലതൊക്കെ ഭരണപരമായ രീതിയിൽ ജനങ്ങൾക്ക് ചില രീതിയിൽ ആശ്വാസകരമായിരുന്നെങ്കിൽ പോലും ചൂഷണ വ്യവസ്ഥ എന്ന രീതിയിൽ അത് ജന്മിത്വത്തെ പിന്തുണയ്ക്കുകയും പരമ്പരാഗതമായ ജന്മിത്വത്തെ നിയമപരമായി പിന്തുണയുള്ള ബ്രിട്ടീഷ് നിയമങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭൂടമാവാഴ്ചയായി മാറ്റി തീർക്കുകയും പരമ്പരാഗതമായി ഇവിടെ നിലനിന്നിരുന്ന വരേണ്യ ജാതി വിഭാഗങ്ങളെ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാരും ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കുന്ന ആളുകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ക്രമത്തെയാണ് ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാമൂഹ്യ നീതിയും തുല്യതയും മാനവികതയും സാഹോദര്യബോധവും നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാരുടെ നിയമവാഴ്ചയോ ബ്രിട്ടീഷ് ഭരണമോ സാധ്യമാകുമായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക പ്രബോധന പാരമ്പര്യങ്ങളുടെ മൂല്യങ്ങളെയും അതിൻ്റെ ലോകബോധത്തെയും അതിൻ്റെ മനുഷ്യസങ്കല്പത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സാമൂഹിക സാഹോദര്യവും സമൂഹത്തിൽ തുല്യതയ്ക്ക് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സാമൂഹിക നീതി സങ്കല്പങ്ങളും വിശ്വാസപരവും ധാർമ്മികവുമായിട്ടുള്ളൊരു ആവശ്യമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടത് തങ്ങന്മാരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതാണ് തങ്ങന്മാരുടെ ലോകവീക്ഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കർമ്മശാസ്ത്രപരവും മതപരവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനേക്കാൾ ഉപരിയായി തങ്ങൾ
തങ്ങന്മാർ പ്രവർത്തിച്ച ഈ മലബാർ സമൂഹത്തിൻ്റെ ഉള്ളിൽ ഏതൊക്കെ രീതിയിലുള്ള സാമൂഹ്യ സഹവർത്തിത്വത്തിൻ്റെയും സാമൂഹ്യ തുല്യതയുടെയും സാമൂഹ്യ നീതിയുടെയും മൂല്യങ്ങളാണ് അവർ തങ്ങളുടെ പ്രബോധന പാരമ്പര്യങ്ങളുടെ വിനിമയം ചെയ്തത് എന്നുള്ളത് നമുക്ക് സമകാലികമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഏതൊരു വിശ്വാസ വ്യവസ്ഥയും ഏതൊരു സാംസ്കാരിക മുന്നേറ്റവും ഏതൊരു ആത്മീയ ധാർമ്മിക പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളും സമകാലികമായി നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ വായിക്കുന്നത്, നമ്മളതിനെ വീണ്ടെടുക്കുന്നത്, നമ്മളതിനെ ഓർക്കുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ചില പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ചില പ്രതിസന്ധികളെ, ചില പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും ആ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും വേണ്ടിയുള്ള മൂല്യങ്ങളായും വിചാരങ്ങളായും പ്രബോധനങ്ങളായും രാഷ്ട്രീയ ബോധ്യങ്ങളുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾമാരെ പോലെയുള്ള ആളുകൾ നടത്തിയ വലിയ രീതിയിലുള്ള ഇടപെടലുകളിൽ നിന്നും നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങളെ സമകാലികമായി നമ്മൾ വീണ്ടെടുക്കുകയും വായിക്കുകയും ചെയ്യുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്? സാമൂഹ്യ നീതിയുടെ സങ്കല്പങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യന്റെ തുല്യതയും അന്തസ്സും മനുഷ്യന്റെ സ്വാതന്ത്ര്യവും മനുഷ്യരുടെ അവകാശങ്ങളും പൗരത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അടിക്കടി അട്ടിമറിക്കപ്പെടുകയോ അതിനെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂട വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അറിയാമല്ലോ, സാമൂഹ്യ നീതിയെ പുറന്തള്ളുന്ന, ഭരണഘടനാവകാശങ്ങൾ ഇല്ലാതാക്കുന്ന, പാർലമെന്ററി ജനാധിപത്യത്തെ തന്നെ നോക്കുകുത്തിയാക്കി മാറ്റുന്ന ഒരു അധികാര വ്യവസ്ഥ ഈ രാജ്യത്ത് ഒരു ഭരണ വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. ഒരു മതരാഷ്ട്രവാദവും മതരാഷ്ട്രവാദത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, അതിൻ്റെ ഏറ്റവും ഭീകരമായ രീതിയിലുള്ള വ്യവസ്ഥയിൽ ന്യൂനപക്ഷങ്ങൾ, ദളിതർ, ഗോത്ര വിഭാഗങ്ങൾ, പിന്നോക്ക ജാതി വിഭാഗങ്ങൾ തുടങ്ങിയിട്ടുള്ള സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റു രീതിയിൽ സാമൂഹികമായും രാഷ്ട്രീയമായും പുറന്തള്ളുന്ന ഒരു ഭരണക്രമം, ഒരു ഭരണകൂട വ്യവസ്ഥ, ഒരു ഹിന്ദു രാഷ്ട്ര വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തങ്ങൾ പാരമ്പര്യങ്ങളെ, മമ്പുറം തങ്ങളെ പോലെയുള്ള മനീഷികൾ ഉയർത്തിയ സാമൂഹ്യ നീതിയുടെയും തുല്യതയുടെയും സാമൂഹ്യ സാഹോദര്യത്തിൻ്റെ ആശയങ്ങളെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാമൂഹിക നീതി, സമൂഹത്തിലെ തുല്യ അവസരവും സാമൂഹ്യ നീതിയും ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനാ ജനാധിപത്യം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ഒരു ഭരണഘടന വേണം, ഭരണഘടനാ ജനാധിപത്യം വേണം, തുല്യ പൗരത്വം വേണം. എല്ലാ മനുഷ്യനെയും അന്തസ്സോടുകൂടി സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെയും സമുദായങ്ങളെയും മതസമുദായങ്ങളെയും തുല്യതയോടെയും തുല്യ അവകാശത്തോടുകൂടിയും സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെ ആവശ്യമാണ്. അങ്ങനെയുള്ള ഭരണകൂടത്തെ നിർമ്മിക്കുവാൻ, അങ്ങനെയുള്ള ഭരണകൂടത്തിന് ആവശ്യമായ രീതിയിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭരണഘടനയുടെയും തുല്യതയുടെയും തുല്യ പൗരത്വത്തിൻ്റെയും സാമൂഹ്യനീതിയുടെയും രാഷ്ട്രീയ ആശയങ്ങളെ മുന്നോട്ട് ചലിപ്പിക്കുവാനുള്ള ഊർജം നമുക്ക് ഈ തങ്ങൾ പാരമ്പര്യങ്ങളിൽ നിന്നും നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണം. ഈ തങ്ങൾ പാരമ്പര്യങ്ങളിൽ നിന്ന്, മമ്പുറം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവർ മുന്നോട്ട് വച്ച ധാർമ്മിക പ്രബോധനങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് മമ്പുറം തങ്ങന്മാർ പ്രവർത്തിച്ച കാലഘട്ടത്തിലെ ലോകത്തെയും ലോകവീക്ഷണത്തെയും അവരുടെ ധാർമ്മിക മത സാമൂഹിക പ്രബോധനങ്ങളെയും നമ്മൾ രാഷ്ട്രീയമായി, സാംസ്കാരികമായി, പ്രബോധനപരമായി മനസ്സിലാക്കുകയും അതിനൊരു തുടർച്ചയുണ്ടാവുകയും അത് കൂടുതൽ നിരന്തരം സമകാലികവൽക്കരിക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നു. എന്തിനു വേണ്ടിയാണ് നമ്മൾ മമ്പുറം തങ്ങന്മാരുടെ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും സംവദിക്കുന്നതും സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതും പുസ്തകം എഴുതുന്നതും ഗവേഷണം നടത്തുന്നതും എന്തിനു വേണ്ടിയാണ്? തുല്യനീതിയിലും തുല്യ പൗരത്വത്തിലും ജനാധിപത്യത്തിലും സാമൂഹ്യനീതിയിലും അധിഷ്ഠിതമായൊരു ഒരു ഭരണവ്യവസ്ഥ ഉണ്ടാകണമെന്നും ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണമെന്നും മതേതര ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനാ ജനാധിപത്യവും അതിനധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു സമൂഹവും ഒരു രാഷ്ട്രവ്യവസ്ഥയും ഒരു ഗവൺമെൻറ് സംവിധാനവും ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മമ്പുറം തങ്ങൾ അഭിസംബോധന ചെയ്ത അടിസ്ഥാന വർഗങ്ങൾ, അത് കർഷക തൊഴിലാളികൾ, സ്ത്രീ സമൂഹങ്ങൾ, സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ട ആളുകൾ, ആ ജാതീയപരമായി അടിച്ചമർത്തപ്പെട്ട ആളുകൾ തുടങ്ങിയ ബഹുഭൂരിപക്ഷം മനുഷ്യർക്ക് തുല്യതയും നീതിയും അവർക്ക് ജനാധിപത്യ അവകാശങ്ങളും കിട്ടുന്ന ഒരു രാഷ്ട്രീയ ക്രമവും ഒരു ഭരണവ്യവസ്ഥയും ഇവിടെ ഉണ്ടാവണമെന്നും അത് നിലനിർത്തുന്നതിന് വേണ്ടി നമുക്കൊരു മതേതര ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രവും ഒരു ഭരണഘടനാ വ്യവസ്ഥയും ഒരു നീതിക്രമവും ഒരു തുല്യനീതി സാമൂഹ്യ നീതി സങ്കല്പവും ഇവിടെ നിലനിൽക്കണം. അതിന്
മമ്പുറം തങ്ങന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെ തേച്ചു മിനുക്കുവാനും നമ്മുടെ സമകാലികമായിട്ടുള്ള സാമൂഹ്യ നീതി സങ്കല്പങ്ങളെ വികസിപ്പിക്കുവാനും അത് എത്രത്തോളം പ്രയോജനകരമാണ് എന്ന് ആലോചിക്കുവാൻ കൂടി, അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി കൂടിയാണ് ഇത്തരം രീതിയിലുള്ള ചരിത്ര സെമിനാറുകൾ, അല്ലെങ്കിൽ ചരിത്ര സാമൂഹ്യ സാംസ്കാരിക ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട. എങ്കിൽ മാത്രമേ മമ്പുറം തങ്ങളുടെ ലോകവീക്ഷണത്തോട്, ലോകത്തോട്, അല്ലെങ്കിൽ മമ്പുറം തങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലോക ക്രമത്തെ സമകാലികമായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ മുൻനിർത്തി ആലോചിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ മമ്പുറം തങ്ങളുടെ ധാർമ്മികവും രാഷ്ട്രീയവും വൈജ്ഞാനികവും നീതിസങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇടപെടലുകളെ നിരന്തരമായി ഒരു സാമൂഹിക ഊർജമായി, ഒരു ധാർമ്മിക പ്രബോധന വിഷയമായി, ഒരു രാഷ്ട്രീയ ബോധ്യമായി നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരം അതിനെക്കുറിച്ച് സംവദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം ആ കാലം എന്ന് പറയുന്നത് സാമൂഹ്യ അനീതികളുടെ, അടിച്ചമർത്തലുകളുടെ, മതപരമായിട്ടുള്ള ഭൂരിപക്ഷവാദത്തിൻ്റെ, ഭരണഘടനാ ജനാധിപത്യത്തെയും സാമൂഹ്യ നീതിയെയും സാമൂഹ്യ തുല്യതയും അട്ടിമറിക്കുന്ന ഒരു ക്രമത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മതനവീകരണ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ തരത്തിലുള്ള സാമൂഹിക നീതി മുന്നേറ്റങ്ങളെയും എല്ലാ തരത്തിലുള്ള ധാർമ്മിക പ്രബോധന പാരമ്പര്യങ്ങളിൽ നിന്നും ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ സാമൂഹ്യ നീതിയെ, നമ്മുടെ തുല്യതാ സങ്കല്പങ്ങളെ നമുക്ക് മുന്നോട്ട് ചലിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള തങ്ങൾ പാരമ്പര്യങ്ങളെയും മത നവീകരണ മുന്നേറ്റങ്ങളെയും സാമൂഹ്യ നീതി പ്രക്ഷോഭങ്ങളെയും അസമത്വത്തിനെതിരായിട്ടുള്ള കൊളോണിയൽ വിരുദ്ധമായിട്ടുള്ള ജന്മിത്ത വിരുദ്ധമായ ആശയങ്ങളെയും എല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിനെ സമകാലികമായി നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികളെയും രാഷ്ട്രീയപരമായ ആവശ്യങ്ങളെയും മുൻനിർത്തി നിരന്തരം സമകാലികവൽക്കരിക്കുമ്പോഴാണ് നമ്മൾ തങ്ങൾമാർ നടത്തിയ പ്രവർത്തനങ്ങളോട് നീതിയുക്തമായി പ്രതികരിക്കുകയും അതിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും എൻ്റെ ഈ സംഭാഷണം ഞാൻ ചുരുക്കുകയാണ്. ഇസ്ലാമിൻ്റെ വിമോചന സങ്കല്പവും നീതിബോധ്യങ്ങളും മാനവിക വിചാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ലോകവീക്ഷണമായിരുന്നു യഥാർത്ഥത്തിൽ മമ്പുറം തങ്ങന്മാർ അവരുടെ പ്രബോധന പാരമ്പര്യത്തിൻ്റെ അടിത്തറയാക്കി നിലനിർത്തിയതെന്ന് ഉള്ളത് നമ്മൾ മറന്നുകൂടാ. അതിൻ്റെ ഭാഗമായി സാമൂഹികമായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളും പാരസ്പര്യപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹോദര്യ ബോധം, സാഹോദര്യം സമൂഹത്തിലാണ് ഉണ്ടാവേണ്ടത്. സമൂഹത്തിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾ തമ്മിലുള്ള പാരസ്പര്യ ഇടപാടുകളിലാണ്, അവരുടെ തമ്മിലുള്ള പാരസ്പര്യ കൂടിച്ചേരലുകളിലാണ്, അവർ തമ്മിലുള്ള നീതിബോധ്യങ്ങളുടെ വിനിമയങ്ങളിലാണ് യഥാർത്ഥത്തിൽ സാഹോദര്യം നിലനിൽക്കുന്നത്. സാഹോദര്യം വ്യക്തിയാധിഷ്ഠിതമായി മാത്രമല്ല, വ്യക്തികൾ തമ്മിൽ സാഹോദര്യ ബോധത്തോടുകൂടി അവരുടെ ദൈനംദിന ഇടപാടുകൾ നടത്തുമ്പോഴാണ് സാമൂഹിക സാഹോദര്യം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ജീവിത കാഴ്ചപ്പാടായി മാറും. സമൂഹത്തിൽ സാഹോദര്യം നിലനിൽക്കണമെങ്കിൽ വ്യക്തികളും സമൂഹങ്ങളും മതജാതി വിഭാഗങ്ങളും തങ്ങളുടെ പാരസ്പര്യപരമായ ദൈനംദിന ഇടപെടലുകളിൽ ഒരു നീതിബോധ്യമായി, ഒരു ധാർമ്മിക വിചാരമായി, വിശ്വാസത്തിൻ്റെ ബാധ്യതയായി അത് നിലനിർത്തുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് തങ്ങൾ പാരമ്പര്യങ്ങളിൽ നിന്ന്, മമ്പുറം തങ്ങൾമാരുടെ പാരമ്പര്യങ്ങളിൽ നിന്ന്, അവരുടെ വിശ്വാസ ധാർമ്മിക ബോധ്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് സാമൂഹ്യ തുല്യതയും സാമൂഹിക നീതിയും എന്ന് പറയുന്നത് തങ്ങൾ പാരമ്പര്യങ്ങളുടെ ധാർമ്മിക വിശ്വാസ ധാരയുടെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ ബോധ്യമാണ്. അടിസ്ഥാനപരമായ രാഷ്ട്രീയ ബോധ്യമാണ് സാമൂഹ്യ നീതിയും സാമൂഹ്യ തുല്യതയും. സാമൂഹ്യ നീതിയും സാമൂഹ്യ തുല്യതയും മുൻനിർത്തിക്കൊണ്ടാണ് അക്കാലത്ത് തങ്ങന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്, അല്ലെങ്കിൽ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ പോരാളികൾക്ക്, ഒട്ടനവധി പോരാളികൾക്ക് നേതൃത്വം കൊടുക്കുകയും അവർക്ക് പ്രചോദനമായി തീർന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ചേറൂർ പട ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളിൽ, മുട്ടിച്ചിറ പള്ളിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളിലൊക്കെ അടിസ്ഥാനപരമായി ഉണ്ടായി വന്ന, അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം ജാതി വിവേചനത്തിൻ്റെയും സാമൂഹ്യ അടിച്ചമർത്തലിനും എതിരായിട്ടുള്ള സാമൂഹ്യ നീതി സങ്കല്പങ്ങളായിരുന്നു, സാഹോദര്യ സങ്കല്പങ്ങളായിരുന്നു, തുല്യതാ സങ്കല്പങ്ങളായിരുന്നു. അപ്പോൾ ഈ തുല്യതയും സാമൂഹ്യ നീതിയും സാഹോദര്യവും തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു സംവാദ മണ്ഡലത്തിലൂടെ മാത്രമേ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയമായ
ഭീകരമായ ഈ അടിച്ചമർത്തൽ ആയിട്ടുള്ള ഒരു ഫാഷിസ്റ്റ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും. ആ അഭിമുഖീകരിച്ചുകൊണ്ട് സാമൂഹ്യ നീതിയിലധിഷ്ഠിതമായ ഒരു ഭരണഘടനാ ജനാധിപത്യത്തെയും ഒരു ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള തുല്യനീതിയിലധിഷ്ഠിതമായ തുല്യ പൗരത്വത്തെ ഉറപ്പാക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ ക്രമത്തെ നമുക്ക് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, സജീവമായിക്കൊണ്ടിരിക്കുന്ന കാലത്തുകൂടിയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ പ്രതീക്ഷാനിർഭരമായി ഇത്തരം മമ്പുറം തങ്ങൾമാരുൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ധാർമ്മിക ബോധ്യങ്ങളെ പ്രതീക്ഷാനിർഭരമായി ജനാധിപത്യവുമായി ബന്ധിപ്പിക്കുക, സാമൂഹ്യ നീതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പൗരസമൂഹം എന്ന രീതിയിൽ തുല്യ പൗരത്വത്തിനും തുല്യ അന്തസ്സിനും വേണ്ടിയുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിരന്തരം ഏർപ്പെടുക എന്നത് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള ഒരു സാധ്യത എന്നുകൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ നന്ദി, നമസ്കാരം.